ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ഗോൾഡൻ വിങ്സ് വാർബ്ലർ പക്ഷിയെ പറ്റിയാണ്. ഗോൾഡൻ വിങ്സ് വാർബ്ലർ പക്ഷിയുടെ ശാസ്ത്രീയ നാമം വെർമിയോറ ക്രിസ്റ്ററ എന്നാണ്. ഈ പക്ഷി ഒരു ചെറുതും മനോഹരവുമായ പക്ഷിയാണ്. ചാരനിറത്തിലുള്ള ശരീരത്തോടൊപ്പം തലയിൽ കറുത്ത പാടുകളും ചിറകുകളിൽ തെളിഞ്ഞ സ്വർണ്ണ നിറത്തിലുള്ള വരകളും ഈ വാർബ്ലർ പക്ഷിയുടെ പ്രത്യേകതയാണ്. ഈ പക്ഷികളെ വടക്കേ അമേരിക്കയിലെ തുറന്ന കാടുകളുടെ അതിരുകൾ, കുറ്റിച്ചെടികൾ നിറഞ്ഞ പ്രദേശങ്ങൾ എന്നിവിടങ്ങളിലാണ് കൂടുതലായി കാണപ്പെടുന്നത്. ശീതകാലത്ത് ഈ പക്ഷികൾ മധ്യ തെക്കേ അമേരിക്കയിലേക്ക് കുടിയേറുന്നു. ചെറുപ്രാണികൾ, കീടങ്ങൾ, പുഴുക്കൾ, ചിലന്തികൾ എന്നിവയാണ് ഗോൾഡൻ വിങ്സ് വാർബ്ലർ പക്ഷികളുടെ ആഹാരം. സജീവവും ചലനക്ഷമവുമായ പക്ഷിയും ഒന്നാണിത്. മരക്കൊമ്പുകളിൽ, കുറ്റിച്ചെടികളിലും ഇവർ ഭക്ഷണം തേടുന്നു. മധുരമുള്ള ശബ്ദത്തിൽ പാടുന്ന പക്ഷിയാണ് ഇത്. നിലത്തോട് ചേർന്നുള്ള കുറ്റിച്ചെടികളിൽ ഈ പക്ഷികൾ കൂട് ഉണ്ടാക്കുന്നു. സാധാരണയായി 4-6 മുട്ടകൾ ഈ പക്ഷി ഇടുന്നു. വസന്തകാലത്താണ് പെൺപക്ഷി മുട്ട ഇടുന്നത്. ഏകദേശം 10-12 ദിവസം കൊണ്ട് മുട്ടകൾ വിരിഞ്ഞ് കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നു. ഈ കുഞ്ഞുങ്ങൾ ജനിക്കുന്ന സമയത്ത് കാഴ്ചയില്ലാത്തവരും ദുർബലവുമായിരിക്കും. അമ്മയും അച്ഛനും ചേർന്ന് കീടങ്ങൾ കൊണ്ടുവന്ന് കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം നൽകുന്നു. ഏകദേശം 8-10 ദിവസങ്ങൾക്ക് ശേഷം കുഞ്ഞുങ്ങൾ കൂട് വിട്ട് ഇറങ്ങുന്നു. എന്നാൽ പറക്കാനും ഭക്ഷണം കണ്ടെത്താനും മാതാപിതാക്കളുടെ സഹായം ആവശ്യമാണ്. യൗവനഘട്ടത്തിൽ ഇവർ പറക്കാനും സ്വയം കീടങ്ങൾ പിടിക്കാനും പഠിക്കുന്നു. ഈ ഘട്ടത്തിലാണ് കുടിയേറ്റ യാത്രയ്ക്ക് തയ്യാറെടുക്കുന്നത്. ഏകദേശം 1 വർഷം പ്രായമെത്തുമ്പോൾ ഈ പക്ഷികൾ പൂർണ്ണ വളർച്ചയെത്തുന്നു. വടക്കേ അമേരിക്കയിൽ പ്രജനനം നടത്തി ശീതകാലത്ത് മധ്യ തെക്കേ അമേരിക്കയിലേക്ക് കുടിയേറുന്നു. ഗോൾഡൻ വിങ്സ് വാർബ്ലർ പക്ഷികളുടെ വൃദ്ധാവസ്ഥയിൽ പ്രജനനശേഷി ക്രമേണ കുറയുന്നു. സാധാരണയായി 5-7 വർഷം വരെ ഈ പക്ഷികൾ ജീവിക്കാറുണ്ട്. ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുന്നു.